ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ആത്മീയമായ അനുഗ്രഹത്തെക്കുറിച്ചും ഭൗതികമായ അനുഗ്രഹത്തെക്കുറിച്ചും നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായിരുന്നു. എന്നാൽ നമ്മൾക്ക് ഈ ഭൗതികമായ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മളായിരിക്കേണ്ടതായ ഒരു നിലവാരമുണ്ട്. യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു രക്ഷിക്കപ്പെട്ട, അതായത് നമ്മുടെ ആത്മാവിൽ നിന്നും പാപക്കറ മോചിച്ച് പിശാചിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് അതായത് വചനപ്രകാരം പറയുകയാണെങ്കിൽ കൊലോസ്യ ലേഖനം 1 പറയും പ്രകാരം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്താൽ ലഭിക്കേണ്ടതായ ഭൗതിക നന്മകൾ എങ്ങനെ ലഭിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിനെക്കുറിച്ച് തിരുവെഴുത്ത് പ്രകാരം നമുക്കൊന്ന് നോക്കാം. ഇത് പലരുടെയും ജീവിതത്തിലുള്ളൊരു വിഷയമാണ്. നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ടും ഭൗതികമായ നന്മകൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്, ആ കാരണം എന്താണെന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയണം. അതിന് ഇന്നത്തെ ശുശ്രൂഷ സഹായമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ ഈ വചന ശുശ്രൂഷയുമായി നിൽക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ ശുശ്രൂഷ കേൾക്കുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ശുശ്രൂഷ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ശുശ്രൂഷ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും ഈ ശുശ്രൂഷ പ്രയോജനമാകാൻ തക്കവണ്ണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ യേശുക്രിസ്തുവിലൂടെ നമ്മൾ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഗലാത്യ 3 അവസാനത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അതുകൊണ്ടിട്ട് നമ്മൾ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾക്കും നമ്മൾ വാഗ്ദത്തങ്ങൾക്കും നമ്മൾ യോഗ്യരാണ്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് വെച്ചെന്നാൽ അത് ആത്മീയമല്ല, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഭൗതിക അനുഗ്രഹം. ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് കിട്ടിയത് ആദ്യത്തെ അനുഗ്രഹം നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക നമ്മുടെ പിതാവായ ദൈവം. നമ്മൾ വായിക്കുകയുണ്ടായിരുന്നു എഫേസ്യർ 1:3. അപ്പോൾ ഇനി നമ്മൾ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നിട്ടും നമ്മൾ ഭൗതികമായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനായി നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം നമുക്കത് 1 മുതൽ 1 വായിക്കാം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ യേശു തൻ്റെ ജഡത്തിൽ ഏറ്റെടുത്തു. അതാണ് ജഡത്തിൽ യേശു ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് യേശു ക്രിസ്തു ആയത്, വീണ്ടെടുപ്പുകാരനായത്, മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പുകാരനായി തീർന്നു യേശു. അപ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതൊക്കെ വരും ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. യേശുവിനെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമുള്ള വ്യത്യാസം എന്താണ്? യേശു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിടുതൽ കിട്ടും. പക്ഷേ ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തു എന്ന വെളിപ്പാടിലാണ് നിൽക്കുന്നുവെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് അവകാശമാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അവകാശം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശം നമുക്ക് കിട്ടും. അത് നമ്മൾ 2 കൊരിന്ത്യർ 1:20 വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ആരിൽ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിൽ അവനിൽ ഉവ്വ് എന്നത്രേ. ആരിലാണ്? ക്രിസ്തുവിൽ. ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോഴാണ് ഇവിടെ പുതിയ സൃഷ്ടിയാവുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പുതിയ സൃഷ്ടിയായ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും അവന് ലഭിച്ചിരിക്കും. കാരണം വചനം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
നമ്മളറിയണം ശിക്ഷാവിധിയില്ലെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായവിധിയുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ എല്ലാവരും നിൽക്കേണ്ടി വരും. അന്നൊരു ന്യായവിധിയുണ്ട്, അന്നൊരു ചോദ്യമുണ്ട്. അത് മറന്നു പോകരുത്. ഈ വചനം വായിച്ചുകൊണ്ട് ഇനി നമുക്ക് ഇനി ഒന്നും ഒരു പ്രശ്നവുമില്ല, എങ്ങനെയും ജീവിക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ പലപ്പോഴും വിശ്വാസികളുടെ ഇടയിലുള്ളത്. അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ ക്രിസ്തുവിലായി നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് തിരിച്ച് ചിന്തിക്കാതെ നമ്മൾ തോന്നിയവർ ജീവിച്ചുകൊണ്ടിരിക്കുകയും അതുകൊണ്ടാണ് ഭൗതികമായ പല നന്മകളും വിടുതലുകളും നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത്. അതിന് നമുക്ക് താഴത്തേക്കുള്ള വചനം നമ്മൾ വായിക്കാം. ക്രിസ്തുവിലായ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ ഭൂമിയിൽ അബ്രഹാമിനോട് പറഞ്ഞ ജഡത്തിലുള്ള അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിക്ക്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വചനത്തിലൂടെ നമുക്ക് നോക്കാം. റോമർ 8:4 നമ്മൾ അതിനായിട്ട് തന്നെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിനായി തന്നെ. കണ്ട, അപ്പം ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ജഡത്തിൻ്റെ മോഹങ്ങളിൽ, ജഡത്തിൻ്റെ താല്പര്യങ്ങളിലൊന്നും നടക്കരുത്. നമ്മൾ ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ആദവും ഹൗവയും ആ കനി കണ്ടപ്പോൾ എന്താണ് ഹൗവ കണ്ടത്? എന്തെന്നാണ് അത്? തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു എന്ന് വെച്ചാൽ അതൊക്കെ ജഡത്തിൻ്റെ മോഹങ്ങളായിരുന്നു. ജഡത്തിൻ്റെ മോഹം മുഖാന്തരമാണ് അവർ പിശാചിൻ്റെ വാക്ക് കേട്ട് പാപത്തിൽ വീണത്, ആത്മാവ് മരിച്ചത്. ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് വീണ്ടെടുപ്പ് കിട്ടി. അപ്പോൾ ഇനി വീണ്ടെടുക്കപ്പെട്ടവരായ നാം ഇനി ജഡത്തെ അനുസരിച്ച് നടക്കരുത്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ ഈ പറഞ്ഞ അബ്രഹാമിനോട് പറഞ്ഞ ഭൗതിക നന്മകളൊന്നും കിട്ടത്തില്ല. മനസ്സിലാവുന്നു? അവസാനം നമ്മൾ നിത്യജീവനായിട്ട് നമ്മളും ന്യായവിധിക്കായിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നതെങ്കിൽ നമുക്ക് കിട്ടിയ കൃപയാൽ കിട്ടിയ ഈ തിരഞ്ഞെടുപ്പും വിളിയും അവിടെ വെച്ച് നഷ്ടപ്പെടും, നിത്യജീവൻ നഷ്ടപ്പെടും. അപ്പോൾ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകാനാണ്. അപ്പോൾ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമുക്കൊന്ന് ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും. ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയായാൽ എന്ത് സംഭവിക്കും? ന്യായപ്രമാണം അനുസരിച്ചാൽ നമുക്ക് കിട്ടുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അബ്രഹാമിനോട്, അബ്രഹാമിൻ്റെ സന്തതികളായ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ ആവർത്തന പുസ്തകം 28 വായിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. നീ വാലല്ല തലയാകും, നീ വായ്പ വാങ്ങില്ല വായ്പ കൊടുക്കും. ഈ പറഞ്ഞ ആവർത്തന പുസ്തകം 28 1 മുതൽ 14 വരെ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അതെല്ലാം ഭൗതികമാണ്. അതാണ് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശു മുഖാന്തരം ജാതികളായ നമ്മളിലേക്ക് വരെ നമ്മൾക്ക് ഈ പറഞ്ഞ അബ്രഹാമിനോട് പറഞ്ഞ ഭൗതിക നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഇനി നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കരുത്, ആത്മാവിനനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാണ് ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും. ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയായ ന്യായപ്രമാണം അനുസരിച്ചെന്നാൽ അബ്രഹാമിനോടും സന്തതികളോടും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആവർത്തന പുസ്തകം 28 1 മുതൽ 14 വരെ പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതിന് നമ്മൾ ന്യായപ്രമാണം അനുസരിക്കേണ്ട. ക്രിസ്തു മുഖാന്തരം കൃപയാൽ നമുക്ക് കിട്ടിയ വീണ്ടെടുപ്പ് സൗജന്യമാണ്. പക്ഷെ നമ്മളിനി ആ വീണ്ടെടുപ്പിലൂടെ കിട്ടിയ ആത്മാവിൻ്റെ രക്ഷയെ നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നിധി കണ്ടെത്തിയവൻ എന്ന് യേശു പറഞ്ഞില്ലേ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു നമ്മൾ. ഇതാണ് നിധി. ഈ ആത്മാവിൻ്റെ ഈ രക്ഷയെ നഷ്ടപ്പെടുത്താതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് നടക്കുക എന്ന് വെച്ചെന്നാൽ അതിലേറ്റവും പ്രാധാന്യം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നടക്കുക. യേശുവിൻ്റെ 3.5 കൊല്ലം ഈ ഭൂമിയിലെ യേശു ശുശ്രൂഷ മുഴുവനും യേശു ദൈവരാജ്യമാണ് പ്രസംഗിച്ചത്. ദൈവരാജ്യം എന്ന് വെച്ചെന്നാൽ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുണ്ട്. ദൈവഹിതം എന്താണോ അതാണ് യേശു പ്രസംഗിച്ചത്. ദൈവരാജ്യമാണ് യേശു പ്രസംഗിച്ചത്. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അതുകൊണ്ടിട്ടാണ് നമ്മൾ യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ല.
ഈ ഉപദേശവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരുന്നെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുതെന്ന് മാത്രമല്ല അവനുമായി കുശലം പറയുക പോലും ചെയ്യരുതെന്നാണ് അവിടെ യോഹന്നാൻ അവിടെ ലേഖനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നടക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാകുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിലോ ഈ പറഞ്ഞ ന്യായപ്രമാണം അനുസരിച്ചെന്നാൽ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശിയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിലാണെന്നും ആ രാജ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ജഡത്തെ അനുസരിച്ചല്ല നടക്കേണ്ടതെന്നും ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ടുള്ള വിളിയും തിരഞ്ഞെടുപ്പും നമ്മുടെ മേലുണ്ടെന്നും തിരിച്ചറിയുക. അതിന് നമ്മളെ സഹായിക്കുന്ന ദൈവവചനമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ആദിമസഭയിൽ അടിസ്ഥാന ഉപദേശമായിട്ട് ഉപദേശിക്കപ്പെട്ടത്. സഭയുടെ അടിസ്ഥാന ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ഈ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുന്നവരാണ്. ആത്മാവിനനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ ഈ അബ്രഹാമിനോട് പറഞ്ഞ ന്യായപ്രമാണം അനുസരിച്ചെന്നാൽ ലഭിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ ഭൗതികമായ സകല അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും ഉയർച്ചകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടിട്ടാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33 പറഞ്ഞിരിക്കുന്നത്, മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെ കിട്ടും? ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും. കാക്കകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര ശേഖരിക്കുന്നില്ല, അവയെ സ്വർഗസ്ഥനായ പിതാവ് പോറ്റുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ആവശ്യമായ സകല നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാതെ പോകുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നമ്മൾ ആത്മാവിനെ അനുസരിച്ചല്ല നടക്കുന്നത്. നമ്മൾ ജഡത്തിൻ്റെ നിവൃത്തിക്കായിട്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മകളിൽ എപ്പോഴും നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛകൾ, താല്പര്യങ്ങൾ നടക്കണം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം, മക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ എല്ലാം ഇത് നിവർത്തിക്കാൻ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകണ്ടെന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ മുന്നേ ദൈവത്തിൻ്റെ രാജ്യം, അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇവയൊക്കെയും ചേർപ്പിക്കപ്പെടും. ഹല്ലേലൂയ. അതാണ് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിനായി തന്നെ. ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകണമെങ്കിൽ നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കരുത്. ജഡമോഹങ്ങൾക്ക്, ജഡിക താല്പര്യങ്ങൾക്കും, ജഡത്തിൻ്റെ ഇച്ഛകൾക്കും, ജഡത്തിൻ്റെ ഉയർച്ചകൾക്കും, ജഡത്തിൻ്റെതായ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത് നമ്മൾ ദൈവത്തെ അനുഗമിക്കേണ്ടത്. കൃപയാൽ നമുക്ക് കിട്ടിയ ആത്മാവിൻ്റെ രക്ഷയെ സൂക്ഷിക്കുവാൻ അതിന് ദൈവത്തിൻ്റെ വചനമാവുന്ന ഉപദേശങ്ങളെ, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ എന്തെന്നറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനും നമ്മുടെ നിത്യജീവനെ മുറുകെ പിടിക്കുവാനുമായിട്ടാണ് നമ്മൾ കൂട്ടായ്മകളിലൂടെ നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ശിഷ്ടകാലത്തെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് അവിടെയാണ് പറഞ്ഞത്, മുന്നേ ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ രാജ്യവും അവൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി എന്താ? ദൈവവചനമാണ്. അത് നിങ്ങൾ അന്വേഷിച്ചെന്നാൽ മറ്റുള്ളവയെല്ലാം ചേർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കൃപയാൽ പുത്രൻ്റെ രക്തത്താലെ ഞങ്ങളെ വീണ്ടെടുത്തു. ഞങ്ങളെ ദൈവരാജ്യത്തിലാക്കി വച്ചിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നീതിയും ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥകളും അനുസരിച്ച് ജീവിക്കുവാൻ, പ്രത്യേകിച്ച് ഞങ്ങൾക്കായി ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾ എന്തെന്ന് ഞങ്ങളോട് സംസാരിച്ച ക്രിസ്തു മുഖാന്തരം, ആ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകുവാനും, ജീവിത ക്രമീകരണത്തിലൂടെ പിതാവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരായി ഭൂമി ജീവിപ്പാനും, അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ പിതാവെ അങ്ങ് പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഭൗതികമായ എല്ലാവിധ അനുഗ്രഹങ്ങളും അനുഭവിപ്പാനും, ശാരീരികമായ സൗഖ്യങ്ങൾ, ഭൗതികമായ നന്മകൾ, ഉയർച്ചകളെല്ലാം അനുഭവിപ്പാനും സ്വർഗത്തിലെ പിതാവ് ഇടയാക്കാൻ വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടുന്ന ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. വചനത്തെ ആഴമായി ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. വചന വെളിപ്പാടുകളായി ഞങ്ങളെ നിറയ്ക്കണമേ. സകല മഹത്വവും പിതാവെ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.